ഹലോ വെൽക്കം ബാക്ക് ടു കിച്ചൺ ഫിലോസഫി. ഇന്ന് ഞാനൊരു ഗ്രിൽഡ് ഫിഷിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഞാൻ ഓവനോ ഗ്രില്ലൊന്നും ഇല്ലാതെ തവയിലാണ് ചെയ്തെടുക്കുന്നത്. ഇത് വളരെ ഈസി ആയിട്ട് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നല്ല രുചിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇതിൻ്റെ കൂടെ ഞാനൊരു വെജിറ്റബിൾ സ്ക്യൂവേഴ്സും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ? ഫിഷ് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഷേരി എടുത്തിട്ടുണ്ട്. ഗ്രില്ല് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മീനും എടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. ഈ ഫിഷ് ഞാനിവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്, അതുപോലെ ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഈ ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മസാല നമുക്ക് റെഡിയാക്കാനുണ്ട്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, 6 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത്, 8 പച്ചമുളക് അരിഞ്ഞത്. ഇത് അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ളൊരു മസാലയാണ്. നിങ്ങൾക്ക് ഇത്രയും എരിവ് വേണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണ ഒന്ന് കുറച്ചാൽ മതി. പക്ഷെ ഇത്രയും ചേർക്കുമ്പോൾ ഫിഷിന് നല്ല രുചി കിട്ടുന്നുണ്ട്. 2 സീഡ്ലെസ് ലെമൺ കട്ട് ചെയ്തിട്ട് അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ ലെമൺ ജ്യൂസ് ആയാലും മതി. 2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ അറബിക് മസാല. അറബിക് മസാല കയ്യിലില്ലെങ്കിൽ കബ്സ, മന്തി, മജ്ബൂസ് ഇതിൻ്റെ ഏതെങ്കിലും ഒരു മസാല ആയാലും മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പും. ഇതെല്ലാം ചേർത്ത് ഇനി നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. റെഡിയാക്കി എടുത്ത മസാല നമുക്ക് ഫിഷിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം. വരഞ്ഞ ഭാഗത്തും പിന്നെ ഫിഷിൻ്റെ എല്ലാ ഭാഗത്തും മസാല ഒരുപോലെ എത്തുന്ന പോലെ നമുക്കൊന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കണം. ഇത് കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാലേ ഫിഷ് ഗ്രില്ല് ചെയ്തെടുക്കുമ്പോൾ നല്ല രുചി ഉണ്ടാവുള്ളൂ. അപ്പം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഞാനിവിടെ വെജിറ്റബിൾ സ്ക്യൂവേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയുള്ളി ഇതുപോലെ ക്യൂബാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ക്യാപ്സിക്കം ക്യൂബാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി അതിൻ്റെ സീഡ്സ് ഒക്കെ കളഞ്ഞിട്ട് അതും ക്യൂബാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓരോന്നായിട്ടൊന്ന് സ്ക്യൂവേഴ്സിൽ കോർത്തെടുക്കാം. ആദ്യം ഒരു പീസ് വലിയുള്ളി, ഒരു പീസ് ക്യാപ്സിക്കം, ഒരു പീസ് തക്കാളി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം. മഷ്റൂം എടുക്കാം, പനീർ എടുക്കാം. അപ്പോൾ നിങ്ങളെ കയ്യിൽ എന്തൊക്കെയാണോ ഉള്ളത് അതൊക്കെ നമുക്ക് സ്ക്യൂവേഴ്സിന് യൂസ് ചെയ്യാം. ഇനി ഈ സ്ക്യൂവേഴ്സിൽ ഫിഷിൻ്റെ ബാക്കിയുള്ള മസാല നമുക്ക് ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫിഷ് ഗ്രില്ല് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു തവയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓരോ മീനായിട്ട് നമുക്ക് ഈ തവയിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ ഈ ഫിഷ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ശരി, കുറച്ച് വേവുള്ള മീനാണ്, അപ്പോൾ കുറച്ച് ടൈം എടുക്കും ഇത് കുക്കായി വരാൻ. ഓൾമോസ്റ്റ് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് ഫിഷ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട്. അടുത്ത ഭാഗവും നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ തിരിച്ചും മറിച്ചിട്ട് കൊടുക്കുമ്പോഴാണ് ഗ്രിൽഡ് ഫിഷിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുക. അടുത്ത ഭാഗവും നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. കുറച്ച് ചില്ലി ഫ്ലേക്സ് ഞാൻ ഈ ഫിഷിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ചേർക്കണം നിർബന്ധമൊന്നുമില്ല, പക്ഷെ നല്ല രുചി കിട്ടുന്നുണ്ട് ഇത് ചേർത്ത് കൊടുത്താൽ. ഇപ്പോൾ രണ്ടാമത്തെ ഭാഗവും ആയിട്ടുണ്ട്, അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഈ ഭാഗത്തും കുറച്ച് ചില്ലി ഫ്ലേക്സ് ഒന്ന് ഇട്ട് കൊടുക്കാം. നേരത്തെ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്ത ഭാഗം ഇപ്പോൾ ഒന്ന് മൊരിഞ്ഞ് വരുന്നുണ്ട്. ഇനി ഈ സൈഡും നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം, ഈ ചില്ലി ഫ്ലേക്സ് ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ ഗ്രിൽഡ് ഫിഷ് റെഡി ആയിട്ടുണ്ട്. ഈ സെയിം തവയിലാണ് ഞാൻ സ്ക്യൂവേഴ്സും ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. ഇതിൽ ഓൾറെഡി ഓയിൽ ഉണ്ടായതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഓരോ സ്ക്യൂവേഴ്സ് ആയിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇടയ്ക്കൊന്ന് തിരിച്ചും മറിച്ചും ഒന്ന് ഇട്ട് കൊടുക്കണം. വെജിറ്റബിൾസിൻ്റെ മേലെ അവിടെ ഇവിടെ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ സ്ക്യൂവേഴ്സും റെഡി ആയിട്ടുണ്ട്. നല്ല രുചിയാണ് ഫിഷ് ഇങ്ങനെ ഗ്രില്ല് ചെയ്തെടുത്താൽ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഇറ്റ്സ് ലുലു മർജൻ സൈനിങ് ഓഫ്. ബൈ.